സംസ്ഥാനത്തെ SIR നീട്ടണമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പരിഗണിക്കാതെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ മുൻപോട്ട് പോകും. ഫോം വിതരണം 3 ദിവസത്തിനകം പൂർത്തിയാക്കും. നടപടികൾ നവംബർ 25-നുള്ളിൽ പൂർത്തിയാക്കുമെന്നും രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഇലക്ഷൻ കമ്മീഷനുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനുമറേഷൻ ഫോമിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഏകദേശം ഒരു 85% ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർമാരും സബ് കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരടക്കം എല്ലാ ഫീൽഡിൽ പോയിട്ടാണ് ഇത്ര ഒരു നല്ല ഒരു പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. വരുന്ന 2-3 ദിവസത്തിനകം തന്നെ നമുക്ക് ഫോം വിതരണം പൂർത്തിയാക്കാൻ സാധിക്കും. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് രത്തൻ ഖേൽക്കർ നിലപാട് വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ഉണ്ട്. ഹാൻസ്, എല്ലാ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്, അഭിപ്രായ ഭിന്നതയുണ്ട്. പക്ഷെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് തന്നെ പോകും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഏത് രീതിയിലാണ് കമ്മീഷന്റെ മുന്നൊരുക്കങ്ങൾ ഇക്കാര്യത്തിലുള്ളത്? സംഗീത, ഇന്ന് 4ാം വട്ടം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായ ഒരു യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. BJP അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സംസ്ഥാനത്തെ SIR നടപടികൾ മാറ്റിവെക്കണമെന്നാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി 7 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ 9-നാണ്. ഇതേ ദിവസം തന്നെയാണ് സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തീകരിച്ച് ആദ്യഘട്ട SIR നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. ഒപ്പം തന്നെ ഡിസംബർ 13-ന് ആണ് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തുള്ള SIR നടപടികൾ ഡിസംബർ 13-ന് ശേഷം, ഇപ്പോൾ നിർത്തിവച്ചതിന് ശേഷം ഡിസംബർ 13-ന് വീണ്ടും പുനരാരംഭിക്കണം. ഒപ്പം തന്നെ ഈ SIRൻ്റെ 2ാം ഘട്ട നടപടികൾ അഥവാ ഫോം വിതരണം പൂർത്തീകരിച്ച് അത് പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുന്ന നടപടികൾ ഡിസംബർ 30 വരെ നീട്ടിവെക്കണം എന്നുള്ളൊരാവശ്യമാണ് ഈ യോഗത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ നിലവിലുള്ള ആശങ്കകൾ, പ്രധാനമായും BLOമാർക്ക് കൃത്യമായി പരിശീലനം ലഭിക്കാത്തതും അതിനോടൊപ്പം തന്നെ ഈ ഫോമിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ കൃത്യമായ മറുപടി അല്ലെങ്കിൽ ഈ ആശയക്കുഴപ്പം ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പക്ഷേ ചില കാര്യങ്ങൾ പരിഗണിക്കാം, ഈ BLOമാർക്ക് പരിശീലനം നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാം എന്നതല്ലാതെ ഈ ഷെഡ്യൂൾ മാറ്റിവെക്കുന്നത് പ്രാവർത്തികമല്ല എന്നുള്ള മറുപടിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം തന്നെ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് നിലവിൽ നിൽക്കുന്നതെന്നാണ് രത്തൻ യു ഖേൽക്കർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഇതിനോടകം തന്നെ ഫോം വിതരണം ഏകദേശം 85% പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫോം പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുന്നത് നവംബർ 25-നുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സംഗീത. ശരി ഹാൻസ്.